നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനു നേരെ ആക്രമണം. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്തിക്കാട് പുത്തൻകോവിലകം കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കി. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാളിന് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിനു നേരെ ആക്രമണം. കൊറ്റംകുളം വാട്ടർ ടാങ്കിന് സമീപം VKG ബ്രാഞ്ച് ഓഫീസിനു നേരെയാണ് ആക്രമണമുണ്ടായത്. ഓഫീസിൽ അതിക്രമിച്ച് കയറി ഓഫീസിനുള്ളിലെ ഫർണിച്ചറുകളും മറ്റും നശിപ്പിച്ച നിലയിലാണ്. കസേരകൾ തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ആക്രമണമുണ്ടായത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേല ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, നിവേദ്യങ്ങൾ, അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് നടന്ന ഭഗവതിയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പിൽ പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും ഉണ്ടായി. രാത്രി 1:30 താലത്തോടുകൂടി ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. 3 മണിക്ക് ഭഗവതിക്ക് കളംപാട്ട്, അതിനുശേഷം കുറവലിക്കൽ എന്നിവ ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ആകാശ് അറയ്ക്കൽ, സെക്രട്ടറി ശാലിനി സന്ദീപ്, വൈസ് പ്രസിഡന്റ് ജഗദീഷ് അറയ്ക്കൽ, ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ, ഭാരവാഹികളായ ഷാജി അനീഷ്, ചന്ദ്രിക അർജുൻ എന്നിവർ നേതൃത്വം നൽകി. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ വിശുദ്ധ സെബാസ്ത്യാനോസിൻ്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സംയുക്ത തിരുനാൾ ജനുവരി 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 29 വൈകിട്ട് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം, 30 രാവിലെ 6:30 തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിപ്പ്, തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ്, വൈകിട്ട് തൃപ്പയാർ കിഴക്കേ നടയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം, 31 രാവിലെ 7 മണിക്ക് പ്രസിദ്ധേന്തി വാഴ്ച, വൈകിട്ട് 7 മണിക്ക് ഇടവകയിലെ യുവജനങ്ങളും KCYM സംഘടനയും പ്രവാസികളും സംഘടിപ്പിക്കുന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള എന്നിവ നടക്കും. തിരുനാൾ ദിവസമായ ഫെബ്രുവരി 1 രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ ലൂർദ് പള്ളി നവവൈദികൻ ഫാദർ നോർബർട്ട് കവലക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ബാൻഡ് മേളം എന്നിവ ഉണ്ടായിരിക്കും. ജനറൽ കൺവീനർ പ്രതീഷ് ജോസ്, പബ്ലിസിറ്റി കൺവീനർ ബെന്നി തട്ടിൽ, PRO നിൻജോ ജോസ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുനാൾ ദിനമായ ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ 9:30 ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ടുകുർബാന. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനാകുന്നത് ബഹുമാനപ്പെട്ട പോൾ മുട്ടത്തച്ഛനാണ്. തിരുനാൾ സന്ദേശം നമുക്ക് നൽകുന്നത് ലൂർദ് പള്ളി ഇടവകംഗമായ നവവൈദികൻ ഫാദർ നോർബർട്ട് കവലക്കാട്ട് കപ്പൂച്ചനാണ്. തുടർന്ന് വൈകിട്ട് 4:30 വിശുദ്ധ കുർബാനയും അതിനുശേഷം തിരുനാൾ പ്രദക്ഷിണവും വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ കലാഭവൻ നടത്തുന്ന ബാൻഡ് മേളവും ഉണ്ടായിരിക്കുമെന്ന് ഇടവകയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവക KCYM യുവജന സംഘടനയുടെയും പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 25 ഡയാലിസിസിനുള്ള സാമ്പത്തികമായ സഹായം ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൈമാറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു.
വാടനപ്പള്ളി പൂശാരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം എന്നിവ നടത്തി. വൈകിട്ട് അഷ്ടപതി കച്ചേരി, ദീപാരാധന, തുടർന്ന് തൃക്കൊടിയേറ്റ്, കുടിക്കൽപ്പറ, മുളയിടൽ, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവയും ഉണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫെബ്രുവരി 1 ഞായറാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, പള്ളി ഉണർത്തൽ, ശ്രീലകത്ത് എഴുന്നള്ളിപ്പ്, തുടർന്ന് അഭിഷേകങ്ങളും നടത്തും. ഉച്ചയ്ക്ക് 12 മണി മുതൽ വടക്കുദേശം കമ്മിറ്റിയുടെയും ആൽമാവ് ദേശത്തിൻ്റെയും കാവടി വരവ്, വൈകിട്ട് 3:30 മുതൽ ആൽത്തറമേളവും ഉണ്ടായിരിക്കും. പൂശാരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി ആൽമാവ് ദേശം കാവടി കമ്മിറ്റി ആൽമാവ് സെൻറ്ററിൽ കൊടിയേറ്റം നടത്തി. ജനുവരി 31 ശനിയാഴ്ച രാത്രി 7-ന് കറുപ്പൻ ശ്രീ ഭദ്രകാളി ഗുരുമുത്തപ്പൻ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാനകപൂജ നടത്തും. തുടർന്ന് നാദസ്വരം, പൂക്കാവടി, പീലിക്കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടിയ ഘോഷയാത്ര രാത്രി ആൽമാവ് സെൻറ്ററിൽ എത്തിച്ചേരും. ഫെബ്രുവരി 1 പൂയനാളിൽ രാവിലെ വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂക്കാവടി, പീലിക്കാവടി, നാദസ്വരം, തിറ, വിളക്കാട്ടം, ചിന്തുപാട്ട് എന്നിവയുടെ അകമ്പടിയോടുകൂടിയ കാവടി വരവ് ഉച്ചയ്ക്ക് പൂശാരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. രാത്രി കാവടി ആൽമാവ് പരിസരത്ത് നിന്നും രാത്രി 7-ന് പുറപ്പെടും. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് രാജേഷ് കുര്യക്കോട്ട്, സെക്രട്ടറി മണിക്കുട്ടൻ ചിറ്റിലടത്ത്, ട്രഷറർ സുനിൽ കുമാർ കുര്യക്കോട്ട്, വൈസ് പ്രസിഡന്റുമാരായ കിരൺ കുര്യക്കോട്ട്, അയ്യപ്പൻ ചക്കാണ്ടൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സന്ദീപ് മണ്ണാമ്പുറത്ത്, ബിജു ചക്കാണ്ടൻ, രക്ഷാധികാരികളായ ശിവകുമാർ കൊണ്ടറപ്പശ്ശേരി, രാജീവ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചന്ദ്രപിന്നി കണ്ണമ്പുള്ളിപ്പുറം ശ്രീ കുമാരമംഗലം സമുദായം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റി. ക്ഷേത്രം മേൽശാന്തി പ്രണവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് പ്രമിത പ്രമോദ് തണ്ടയാമ്പറമ്പിൽ, സെക്രട്ടറി പ്രദീപ് കൊണ്ടേരി, ട്രഷറർ വിപ്സിൻ വി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഗുരുവായൂർ ഗാന്ധാര അവതരിപ്പിച്ച നാടകം മഗധ അരങ്ങേറി. ചടങ്ങിൽ ഫ്യൂച്ചർ വെൽത്ത് MD രാജേഷ് പറശ്ശേരിയെ ആദരിച്ചു. ബുധനാഴ്ച രാത്രി 7-ന് ഗാനമേള, ജനുവരി 29-ന് രാത്രി 7-ന് ഗാനമേള, ജനുവരി 30-ന് രാത്രി 7-ന് നക്ഷത്ര പിരിഞ്ഞനം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി, ജനുവരി 31-ന് രാത്രി നാടൻപാട്ട്, ഫെബ്രുവരി 1-ന് പുലർച്ചെ 5 മുതൽ തൈപ്പൂയാഭിഷേകം, വൈകിട്ട് 6:30-ന് നിറമാല, ചുറ്റുവിളക്ക്, രാത്രി പള്ളിവേട്ട, ഫെബ്രുവരി 2-ന് തൈപ്പൂയാഘോഷ ദിവസം രാവിലെ 8-ന് കാഴ്ചശീവേലി, രാവിലെ 11:30 മുതൽ 2:30 വരെ കാവടിയാട്ടം, വൈകിട്ട് 4:30 മുതൽ 7 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം, കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയായി കിഴക്കൂട്ട് അനിയന്മാരാർ, തൃപ്രയാർ അനിയന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ 75-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളം, തുടർന്ന് ദീപാരാധന, രാത്രി 11 മുതൽ പുലർച്ചെ 2:15 വരെ കാവടിയാട്ടം, തുടർന്ന് ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം പ്രസിഡന്റായി CP അനിൽ ചുമതലയേറ്റു. പെരിഞ്ഞനത്ത് നടന്ന ചടങ്ങിൽ KPCC അംഗം MK അബ്ദുൾ സലാം സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റായി റൂബീന നാസറിനെ മഹിളാ കോൺഗ്രസ് ജില്ലാ രക്ഷാധികാരി CB ജയലക്ഷ്മി സ്ഥാനാരോഹണം നടത്തി. DCC സെക്രട്ടറിമാരായ TM നാസർ, CC ബാബുരാജ്, CJ പോൾസൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, വൈസ് പ്രസിഡന്റ് KK കുട്ടൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഷീല വിശംബരൻ, പഞ്ചായത്ത് മെമ്പർ CP ഉല്ലാസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് പള്ളായിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഷംസുദ്ദീൻ ഓലക്കോട്ട്, സുവർണൻ കൊല്ലാറ, മുഹമ്മദ് വടക്കനോളി, CK മജീദ്, ഹിദായത്തുള്ള, RR രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ KPCCയും DCCയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ സ്മരിക്കുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഇനിയുള്ള ഘട്ടങ്ങളിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ, അദ്ദേഹത്തിൻ്റെ പിന്തുണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് നൽകണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്.
മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പുതിയതായി വരുന്ന നിഷനെ അതേ പുതിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അതേ പ്രവർത്തന രംഗത്ത് പറയുകയാണെന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം കോൺഗ്രസിലൂടെയും മറ്റേ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മധ്യയിൽ അദ്ദേഹം മുന്നിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് നടന്ന് നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. SIR ലിസ്റ്റ് പൂർണ്ണമായും നാളെ വൈകിട്ട് 5 മണിക്ക് 4 മണിക്ക് മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ വെച്ച് തരണം. ഇനിയൊരു ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പെരിഞ്ഞനം ശ്രീ ഷൺമുഖ ധർമ്മ പരിപാലന സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ജനുവരി 28 മുതൽ ഫെബ്രുവരി 4 വരെയുള്ള ദിവസങ്ങളിൽ ആഘോഷിക്കും. ബുധനാഴ്ച രാത്രി 6:30 കൊടിയേറ്റ്, 7 വിവിധ ബാലഗോകുലങ്ങളുടെ ആഭിമുഖ്യത്തിൽ കലാപരിപാടികൾ, വ്യാഴാഴ്ച രാത്രി 7 നാടകം റെഡ് അലർട്ട്, ജനുവരി 30 വൈകിട്ട് 5 ദേവിക്ക് ദേശപ്പൊങ്കാല, രാത്രി 7 വീരനാട്യം, ജനുവരി 31 രാത്രി 7 ഭൈരവനാഥം ഭജൻസ്, ഫെബ്രുവരി 1 രാവിലെ 11:30 പാൽക്കുടം എഴുന്നള്ളിപ്പ്, വൈകിട്ട് 6 വീരനാട്യം, ഫെബ്രുവരി 2 രാവിലെ 11:30 മുതൽ അഭിഷേക കാവടി വരവ്, രാത്രി 11:30 മുതൽ ഭസ്മക്കാവടി വരവ്, ഫെബ്രുവരി 3 രാവിലെ 10 കാഴ്ചശീവേലി, വൈകിട്ട് 5 5 ഗജവീരന്മാർ അണിനിരക്കുന്ന പകൽപൂരം, രാത്രി 9 പള്ളിവേട്ട, രാത്രി 10:30 രാത്രിപൂരം, ഫെബ്രുവരി 4 രാവിലെ 8 ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ. ക്ഷേത്രം സമാജം ഭാരവാഹികളായ നളിനൻ മുല്ലങ്ങത്ത്, CS ശിവദാസൻ, ക്ഷേത്രോദ്ധാരണ കമ്മിറ്റി ഭാരവാഹികളായ KK ബാബുരാജൻ, സന്തോഷ് കളാന്തറ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലയൺസ് ക്ലബ് 318Dയുടെ ഡേ വിത്ത് സ്പെഷ്യൽ ചിൽഡ്രൻ പ്രോജക്റ്റ് പ്രകാരം തളിക്കുളം ലയൺസ് ക്ലബ് മണലൂർ BRC ബഡ്സ് സെന്റർ സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CBK ലാൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ലയൺസ് ക്ലബ് സീനിയർ മെമ്പർ AP രാമകൃഷ്ണൻ, റീജിയൻ ചെയർപേഴ്സൺ MM ദിനേശൻ, സോൺ ചെയർപേഴ്സൺ TN സുഗതൻ, ലീല രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് PK തിലകൻ, ജില്ലി ടീച്ചർ, വിജയലക്ഷ്മി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. വാടാനപ്പള്ളി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ, കപിലാശ്രമം തേജസ്വരൂപാനന്ദ സ്വാമികൾക്ക് പോസ്റ്റർ കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിന സദസ്സ് സംഘടിപ്പിച്ചു. തളിക്കുളം പബ്ലിക് ലൈബ്രറിയിൽ നടത്തിയ റിപ്പബ്ലിക് ദിന സദസ്സ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ M ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് KP വിനോദ് അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണൻ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം VV ചിദംബരം മാസ്റ്റർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ദേവിക ദിലീപ്, താലൂക്ക് സെക്രട്ടറി KA വിശ്വംഭരൻ, PV ദിലീപ് കുമാർ, തളിക്കുളം പബ്ലിക് ലൈബ്രറി ഭാരവാഹികളായ ഗഫൂർ തളിക്കുളം, വാസൻ കോഴിപ്പറമ്പിൽ, N മദനമോഹനൻ, AK വാസൻ തുടങ്ങിയവർ റിപ്പബ്ലിക് ദിന സദസ്സിന് നേതൃത്വം നൽകി. ക്ഷമിക്കണം, ഇവിടുത്തെ 2 സദസ്സ് അടുത്തടുത്ത് വരാൻ കാരണം
വീട്ടുമുറ്റ സദസ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നടപ്പിലാക്കിയ ഒരു പരിപാടി. അത് ഈ കുറേ വായനശാലകളൊക്കെ നടന്നതാണ് അല്ലേ? കുറേ വായനശാലയിൽ നടന്നു. നമ്മൾ പ്രതീക്ഷിച്ച വലിയ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യക്കണക്കൊക്കെ ഇല്ല. കണക്കൊക്കെ സെക്രട്ടറിയുടെ ഇല്ലാണ്, ജില്ലാ സെക്രട്ടറിയുടെ ഇല്ല. എങ്കിലും കുറേ വായനശാലകളിൽ നടന്നു. അത് ജില്ലാ കൗൺസിലിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. പദ്ധതി എന്നല്ല, ജില്ലാ കൗൺസിൽ ഒരു ആരംഭ ശൂരത്വം കാണിച്ചതാണ്. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നൊക്കെ പറഞ്ഞില്ലേ? ഞങ്ങളുടെ ചാർജ് എടുത്തത് ഓഗസ്റ്റ് 1 ജില്ലാ ലൈബ്രറി കൗൺസിൽ. സംസ്ഥാന കൗൺസിൽ വരുന്നത് ഒക്ടോബർ അവസാനം ചാർജ് എടുക്കുന്നത്. വലപ്പാട് തിരുപ്പഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേല ആഘോഷിച്ചു. പുലർച്ചെ കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ പട്ട് താലി സമർപ്പണം, കോതകുളം ബീച്ച് മകരഭരണി ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പട്ട് താലി സമർപ്പണം, കോതകുളം ബീച്ച് മകരഭരണി ഉത്സവാഘോഷ കമ്മിറ്റിയുടെ വക ആന എഴുന്നള്ളിപ്പോട് കൂടിയ വേല, ദേശത്തെ പറയ സമുദായക്കാരുടെ വേലകയറ്റം, വലപ്പാട് പണ്ടാരത്തിക്കുളങ്ങര ശ്രീ കാളിച്ചാത്തൻ മലങ്കുർത്തി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന വേലകയറ്റം, നട അടയ്ക്കൽ എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി ബീച്ച് ബദർ പള്ളി അങ്കണത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള റിഫ-ഇ റാത്തീബിൻ്റെ 67ാമത് ആണ്ട് നേർച്ച സമാപിച്ചു. റാത്തീബ് ദിവസം രാവിലെ മൗലൂദ് പാരായണം, തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണം എന്നിവ ഉണ്ടായി. വൈകിട്ട് സയ്യിദ് ഫസൽ തങ്ങളുടെ നേതൃത്വത്തിൽ റിഫ-ഇ റാത്തീബ് നടത്തി. ഭാരവാഹികളായ പ്രസിഡന്റ് റഹ്മത്തലി, സിറാജുദ്ദീൻ, മുഹമ്മദ് പണിക്കവീട്ടിൽ, രക്ഷാധികാരികളായ VK ബഷീർ, PS ബഷീർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. عبد القادر الجيلاني قدس الله سره العزيز، وإلى حضرة سيدنا العارف بالله الشيخ أحمد الكبير الرفاعي قدس الله سره العزيز، وإلى حضرة سيدنا سيد القوم خضر عليه السلام، وإلى حضرات جميع الأقطاب والأبدال ومشائخ طرائق كلهم أجمعين رضوان الله تعالى عنهم ونفعنا بهم في الدارين. اللهم أغثنا وأمددنا بشيخنا شيخ المشايخ الشيخ المعظم مولانا الشيخ السيد سلطان الأولياء السيد محي الدين عبد القادر الجيلاني قدس الله سره العزيز. قضي حاجاتنا يا قاضي الحاجات، اللهم قضي حاجاتنا يا قاضي الحاجات، اللهم قضي حاجاتنا. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ SSC വിദ്യാർത്ഥികൾക്ക് പഠനമുറി, ഉപഭോക്തൃ സംഗമവും ആദ്യ ഗഡു വിതരണവും നടന്നു. ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിലഗിരി ഉദ്ഘാടനവും ആദ്യ ഗഡു വിതരണവും നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് അധ്യക്ഷനായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ, പട്ടികജാതി വികസന ഓഫീസർ കൈരളി KK, ബ്ലോക്ക് മെമ്പർമാരായ ഇർഷാദ് ചേറ്റുവ, KB സുധ, TP സോമൻ, അജ്മൽ ഷെരീഫ്, താര ബാബു, ഷൈന മുഹമ്മദ്, ഹസീന സാജു എന്നിവർ സംസാരിച്ചു. അവരുടെ പഠന നിലവാരം ഉയർത്താനായിട്ട് അവർക്ക് വേണ്ട ഒരു ഭൗതിക സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ. അതിപ്പോൾ ഈ പഠനമുറി എന്ന പദ്ധതിയിൽ ആദ്യ ഘടുവായിട്ട് 30,000 രൂപയാണ് നൽകുന്നത്. പിന്നീട് ലിങ്കൽ വാർത്ത കഴിഞ്ഞാൽ 60,000, പിന്നെ 80,000, അവസാനമായിട്ട് 30,000, അങ്ങനെ 2 ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത്. അത് നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഈ കിട്ടുന്ന സഹായം നിങ്ങളത് കൂടുതൽ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം.
മണലൂർ പൂക്കാട്ട് ശ്രീ മുത്തപ്പൻ ഭഗവതി വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ആണ്ടിക്കോൾ മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഞായറാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, കലശാഭിഷേകം, അന്നദാനം എന്നിവ നടത്തി. വൈകിട്ട് സുബ്രഹ്മണ്യ പൂജ, ദുർഗാപൂജ, ദീപാരാധനയ്ക്ക് ശേഷം താലം എഴുന്നള്ളിപ്പ്, എതിരേറ്റു പൂജ, അത്താഴ പൂജ, ഗുരുതി എന്നിവ നടത്തി. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധന, അഷ്ടനാഗക്കളം, തുടർന്ന് ഭൂതക്കളവും ഉണ്ടായി. ചൊവ്വാഴ്ച രാവിലെ ദേവിക്ക് കളം, വൈകിട്ട് പുറത്തേക്ക് എഴുന്നള്ളിക്കൽ, നൃത്തം, ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, തുടർന്ന് ദേവിക്ക് രൂപക്കളവും നടത്തി. പുലർച്ചെ പുറത്തേക്ക് എഴുന്നള്ളിക്കൽ, നൃത്തം, ഗുരുതി സമർപ്പണം, പാടി കുടിയിരുത്തൽ എന്നിവയും ഉണ്ടായിരുന്നു. ബുധനാഴ്ച രാവിലെ ദൈവത്തിനും മുത്തപ്പനും വീരഭദ്രസ്വാമിക്കും കളം നടത്തി. വൈകിട്ട് കരിങ്കുട്ടി സ്വാമിക്ക് കളം, ദീപാരാധന, കലശപൂജ, തുടർന്ന് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, കളത്തിൽ നൃത്തം, ആടിയിൽ നൃത്തം എന്നിങ്ങനെയാണ് ചടങ്ങുകൾ. ഫെബ്രുവരി 4 നടത്തുറക്കൽ ദിവസം രാവിലെ ശുദ്ധികലശം, തുടർന്ന് പൂജ, പൊങ്കാല സമർപ്പണം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭുവനേശ്വരി പൂജയും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാഴൂർ യൂണിറ്റിൻ്റെ 34ാമത് വാർഷിക സമ്മേളനം ചാഴൂർ CP ഹാളിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NI ഗോപി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം KT ഷൺമുഖൻ അനുശോചനം രേഖപ്പെടുത്തി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ശ്യാമള ദേവി ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി TC സുബ്രഹ്മണ്യൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ MD ബാബു വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാഴൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റ് വനിതാ കൺവീനർ KM സുമതിയെ യൂണിറ്റ് രക്ഷാധികാരി CK ചാക്കൂരു മാസ്റ്റർ ആദരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം EV ഉണ്ണികൃഷ്ണൻ, യൂണിറ്റ് നിരീക്ഷക TK രാധാമണി ടീച്ചർ, അന്തിക്കാട് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KR പുഷ്പവല്ലി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മാസ്റ്റർ, മുൻ യൂണിറ്റ് ട്രഷറർ KK സെയ്തു, യൂണിറ്റ് വനിതാവേദി കൺവീനർ KM സുമതി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി IN സുധീർ, യൂണിറ്റ് ട്രഷറർ MD ബാബു എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി നാരായണൻകുട്ടി നിർവഹിച്ചു. വടക്കേന്ത്യയിലൊക്കെ അവർ പറയുന്നത് പഴയ പെൻഷൻ, ഓൾഡ് പെൻഷൻ പുനഃസ്ഥാപിക്കുക, നമ്മളിവിടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അവിടെയൊക്കെ പറയുന്നത് പഴയ പെൻഷൻ പുനഃസ്ഥാപിക്കുക. ആ മുദ്രാവാക്യവുമായി എല്ലാ സംഘടനകളും, കേന്ദ്ര സർവീസിലുള്ള സംഘടനകളും സ്റ്റേറ്റ് സർവീസിലുള്ള സംഘടനകളും സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. പങ്കാളിത്ത പെൻഷൻ ഒരു വലിയ ഒരു പ്രതിസന്ധിയാണ് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പെട്ടവർക്കേ അറിയുള്ളൂ. അവർ റിട്ടയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങൾ പരിശോധിക്കാൻ നമുക്കറിയാനായിട്ട് സാധിക്കും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വാർത്തയിലേക്ക് തിരിച്ചു വരാം. പഴുവിൽ വെസ്റ്റ് കാക്കനാട്ട് ശ്രീ വിശ്വമായ ഭദ്രകാളി ദേവസ്ഥാനത്ത് തോറ്റം വെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച പൂരം എഴുന്നള്ളിപ്പ് നടന്നു. ഗണപതി ഹോമം, അഭിഷേകം, വിശേഷാൽ പൂജകൾ, തുടർന്ന് ഭഗവതിയുടെ തോറ്റം എഴുന്നള്ളിപ്പും നടന്നു. പ്രസാദോട്ട് ഉണ്ടായിരുന്നു. ശേഷം ഉച്ചയ്ക്ക് നിവേദ്യമൊരുക്കൽ, മഞ്ഞപ്പൈറ്റടി, ദൈവത്തിന് കളം എന്നിവ നടന്നു. തുടർന്ന് ചാഴൂർ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മേളവാദ്യ താലം വരവോടെ പൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ച് മേളത്തോടെ ക്ഷേത്രനടയ്ക്കൽ പൂരം എഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് നന്ദൻ തിരുമേനി, മേൽശാന്തി ബിബിൻ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് ജനാർദ്ദനൻ, സെക്രട്ടറി രാജൻ, രക്ഷാധികാരി ദിവാകരൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി പ്രസംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ ഗൗരി പി ജ്യോതിഷിനെ പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി അനുമോദിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു. പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, ഹരിദാസ് സെമ്മാപ്പള്ളി, ജനാർദ്ദനൻ, റിജു കണക്കന്തറ എന്നിവർ സംസാരിച്ചു. കിഴക്കുമുറി പൂക്കാട്ട് ജ്യോതിഷിന്റെയും സിമി സി ജ്യോതിഷിന്റെയും മകളാണ് ഗൗരി. അപ്പോൾ നമുക്കറിയാം, ഒരു വിദ്യ അഭ്യസിച്ച് അല്ലെങ്കിൽ ആ വിദ്യ അഭ്യസിക്കുന്നതോട് കൂടി തന്നെ അതിന് കലാ പ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തനങ്ങളിലും പ്രസംഗ മത്സരങ്ങളൊക്കെ തന്നെ ഒരു നാടിന്, ഇപ്പോൾ ഒരു നാടിന് ആവശ്യം രാഷ്ട്രീയക്കാരെ മാത്രമല്ല, ആ രാഷ്ട്രീയം കൊണ്ടുനടക്കാൻ നല്ല വ്യക്തിത്വങ്ങളെയും അതിന് ആവശ്യമാണ്. അതിന് ഉതകുന്ന രീതിയിലാണ് നമുക്കിപ്പോൾ ഹിന്ദി പ്രസംഗം, നമുക്ക് നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദിയൊക്കെ. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുമ്പോൾ പെരുമാറേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ ഹിന്ദി ഭാഷയിലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഗൗരിയുടെ ഈ അവാർഡ് നേട്ടത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പിന്നെ എല്ലാവരും പേര് എനിക്കറിയില്ല. എല്ലാവർക്കും നിന്ന് എന്താ പറയുക, ഹിന്ദി പ്രസംഗത്തിൽ എ ഗ്രേഡ് കിട്ടിയതിനെ ആദരിച്ചതിനും എൻ്റെ അച്ഛനോടും അമ്മോടും എന്നെ പഠിപ്പിച്ച ടീച്ചർമാരോടും, അവരൊന്നും ഇപ്പോൾ ടീച്ചർമാരില്ല, അച്ഛനമ്മയ്ക്കോടുണ്ട്, എൻ്റെ എല്ലാ കുടുംബങ്ങളോടും ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് എൻ്റെ വാക്കുകൾ നിർത്തും. പടിയം ചൂരക്കോട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീ ഭദ്രകാളി ദേവിയുടെ ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമം, ഉഷപൂജ, നിത്യനിദാന ചടങ്ങുകൾ എന്നിവ നടന്നു. പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെയും മണികണ്ഠൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പഞ്ചഗവ്യാഭിഷേകം, നവകാഭിഷേകം, ഉച്ചപൂജ എന്നിവ ഉണ്ടായിരുന്നു. തുടർന്ന് പുലാമ്പുഴ പടിഞ്ഞാറേക്കര ദേശത്തിന്റെ തെയ്യം, തിറ, തബോല ആഘോഷവരവ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി.
ശേഷം വൈകിട്ട് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശ്രീ ഭദ്രകാളി ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. ചെറുശ്ശേരി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അരങ്ങേറി. തുടർന്ന് 65-ൽ പരം വാദ്യകലാകാരന്മാരെ അണിനിരത്തി തൃപ്പയർ അനിയന്മാരുടെ നേതൃത്വത്തിൽ പ്രസിദ്ധമായ ആൽത്തറ പാണ്ടിമേളം അരങ്ങേറി. ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് സുധരൻ എരണേഴത്ത്, സെക്രട്ടറി പാതൂർമഠം രാമചന്ദ്രസ്വാമി, ട്രഷററും അന്തിക്കാട് ദേവസ്വം ഓഫീസറുമായ KN ബാബുരാജ്, മുഖ്യ രക്ഷാധികാരി രാമൻകുട്ടി നെടുങ്ങാട്ട്, ഓഡിറ്റർ രാധിക രാജേഷ് കളപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ, ഇൻഷുറൻസ് ഡിവിഷൻ എന്നിവരുടെ സഹകരണത്തോടെ ECG മെഷീൻ നൽകി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ CSR ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻസി നാസർ, ബ്ലോക്ക് മെമ്പർമാരായ KK പ്രകാശൻ, മായ TB, വിനീത ബെന്നി, സുരേഷ് MV, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KS ഗിരീഷ്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് KK ശശിധരൻ, മണപ്പുറം ഫൗണ്ടേഷൻ ഇൻഷുറൻസ് ഡിവിഷൻ ഹെഡ് EP ചന്ദ്രൻ, ആലപ്പാട് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ മിനി PM, ഹെൽത്ത് സൂപ്പർവൈസർ S രഗീഷ് എന്നിവർ സംസാരിച്ചു. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്തിക്കാട് പുത്തൻ കോവിലകം കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കി നാടിന് സമർപ്പിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷനായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KB ജ്യോതി ലക്ഷ്മി, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ സലിജ സന്തോഷ്, സംഗീത ഷിബു, സിനി ജോജു, റോഡ് ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ AK അഭിലാഷ്, AA അബ്ദുൽ നാസർ, വേണു കൂനത്ത്, പ്രദീപ് കൊച്ചത്ത്, വാക്കറ ഷാജഹാൻ, ഡോക്ടർ സുരേഷ് അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. കരാർ ഏറ്റെടുത്ത് സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച സ്മിത യതീന്ദ്രദാസിനെ MLA ആദരിച്ചു. MLAയുടെ അഭ്യർത്ഥന പ്രകാരം മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാലങ്ങളായി തകർന്നു വെള്ളക്കെട്ടിലമർന്നു കിടന്നിരുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കിയത്. പഴയ കാലത്ത് വലിയ ചർച്ചകൾ നടന്ന പ്രദേശമാണ് കല്ലിടവഴി പ്രദേശം. ഞാൻ പറയാതെ തന്നെ അവിടെയുള്ള പ്രവർത്തക കുടുംബങ്ങൾക്ക് അറിയാം എന്താണ് കല്ലിടവഴി പ്രദേശത്ത് നടന്ന കഥകളും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ കല്ലിടവഴിനെ കുറിച്ച് വളരെയേറെ ഇപ്പോഴാണ് വളരെ സമാധാനമായൊരു അന്തരീക്ഷം നമ്മുടെ കല്ലിടവഴി പ്രദേശത്ത് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. അന്തിക്കാട് കല്ലിടവഴി ഉഷസ് അംഗനവാടിയിലെ ALM SCയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ രക്ഷിതാക്കളെയും കൗമാരക്കാരെയും പങ്കെടുപ്പിച്ച് ചർച്ച സംഘടിപ്പിച്ചു. അമ്മയും അച്ഛനുമാണ് എൻ്റെ ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചർച്ച നടത്തിയത്. അന്തിക്കാട് വനിതാ SI അനു ജോസ് ഉദ്ഘാടനം ചെയ്തു. ALM SC അംഗം മിനി രവീന്ദ്രൻ അധ്യക്ഷയായി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, AA അബ്ദുൽ നാസർ, KK അബ്ദുൽ സലാം, ശോഭന വലയിൽ, അംഗനവാടി വർക്കർ സിബിന നാസർ എന്നിവർ സംസാരിച്ചു. അമ്മയും അച്ഛനും മക്കളുടെ കൂട്ടുകാരായി മാറിയാൽ ലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകളിൽ നിന്ന് മക്കളെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കാനാകുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത് വനിതാ SI പറഞ്ഞു. ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷം കിട്ടും. സിഗരറ്റായിട്ട് നോക്കുകയോ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അതേപോലെ ഈ മുതിർന്നുവെന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് തോന്നുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. മറ്റുള്ളവരറിയാതെ എന്തൊക്കെയോ ചെയ്യുമ്പോൾ ഞാൻ വലിയ ആളായി അങ്ങനെയൊക്കെ ഉള്ളിൽ നിന്ന് തോന്നുന്നുണ്ടാവാം. പിന്നെന്താണ്, ചില ആൾക്കാർ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഈ ലഹരി കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉള്ള ഇത് നോക്കും. അതായത് ചെറിയൊരു എമൗണ്ട് അളവ് മതി. ഇപ്പം നമ്മുടെ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരികൾ MDMA. K ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും സംയുക്തമായി നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനം നടന്നു. വലപ്പാട് ശാന്തിനഗർ അരയമ്പറമ്പിൽ നീതു രാഗേഷിനും മക്കൾക്കുമായാണ് K ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ദേശീയ സേവാഭാരതിയുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ച് നൽകിയത്. വീടിൻ്റെ താക്കോൽദാനം RSS ഉത്തര കേരള പ്രാന്തകാര്യവാഹ് PN ഈശ്വരൻ നിർവഹിച്ചു. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി സുരേഷ് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു.
വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് സുധീർ ദാസ് അധ്യക്ഷത വഹിച്ചു. സേവാഭാരതി വലപ്പാട് യൂണിറ്റ് സെക്രട്ടറി ഷിജോ അരയമറമ്പിൽ, TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉടമ TP ഷൈൻ, രഘു തയ്യിൽ, ഡോക്ടർ PK ഗോപാലകൃഷ്ണൻ, തൃപ്പയാർ ശ്രീരാമക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുനിൽ വെന്നിക്കൽ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ വരാൻ പോകുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ പ്രൊജക്ടിനെക്കുറിച്ചും മറ്റു പദ്ധതികളെക്കുറിച്ചും വിശദീകരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ഷിജോ, ആനന്ദൻ PV, ജിതിൻ റാം, BJP മണ്ഡലം പ്രസിഡന്റ് ധനീഷ് മടത്തിപ്പറമ്പിൽ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ സജീഷ്, BJP ജില്ലാ സെക്രട്ടറി EP ഹരീഷ്, മണ്ഡലം സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, ഡോക്ടർ പ്രത്യുഷ് പൊക്കാഞ്ചേരി, ജയ്ജു ജയപ്രകാശ്, സതീഷ് നവരശ്മി എന്നിവർ പങ്കെടുത്തു. 4 ദിവസം മുമ്പ് ജനുവരി 25-ാം തീയതി കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഇതുപോലത്തെ ഒരു വീടിൻ്റെ താക്കോൽദാന കർമ്മത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. 2 മാസം മുൻപ് നമ്മുടെ അടുത്തുള്ള മണലൂരിലും ഇതുപോലെ മറ്റൊരു വീടിൻ്റെ താക്കോൽദാന കർമ്മത്തിലും പങ്കെടുക്കാൻ സാധിച്ചു. അതൊരു കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്. ജനങ്ങളിൽ രാജ്യസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തി നാടിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കാനുള്ള മനോഭാവം വളർത്തുക, അങ്ങനെയുള്ള പ്രവർത്തകരെ കൂട്ടിച്ചേർത്ത് സംഘടന നിർമ്മിക്കുക എന്നുള്ളൊരു പ്രവർത്തനമാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം 100 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് നാട്ടിക NSS യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഫൈഡ്സ് ഐ കെയർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഷീജ PR അധ്യക്ഷത വഹിച്ചു. തുളസി സന്തോഷ്, മോളി വർഗീസ്, NSS വളണ്ടിയർ ശ്രീയ TS, കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു. ഇന്ന് നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഒരു ക്യാമ്പാണ്. അതിനെ പുറത്തുനിന്നുണ്ടോ, പുറത്തുനിന്നുണ്ടോ, പബ്ലിക് ഉണ്ടോ? അപ്പൊ നമുക്ക് ഒരുപാട് നേരം സംസാരിച്ച് നമുക്ക് സമയം കളയാൻ പറ്റുന്നില്ല. മനസ്സിലായി? ക്യാമ്പ് നടക്കണം, അതാണ് പ്രധാനം. ക്യാമ്പ് നടക്കണം. അപ്പൊ അതിന്റെ മഹത്വം പറഞ്ഞിട്ട് നേരെ കളയാൻ പറ്റില്ല. നിങ്ങൾക്ക് മറ്റൊരു അവസരത്തിൽ നമുക്ക് ദീർഘമായി സംസാരിക്കാം. നിങ്ങൾ NSSന്റെ പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സ് വലപ്പാട് പഞ്ചായത്തിലേക്ക് വരിക. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ ആസൂത്രണ പഞ്ചായത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് വളരെ ഗൗരവതരത്തിൽ ആലോചിക്കാം. നാട്ടികയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രികരായ 2 വിദ്യാർത്ഥികൾക്കും ബൈക്ക് യാത്രികനും പരിക്കേറ്റു. ബൈക്ക് യാത്രികനായ നാട്ടിക സ്വദേശി ചെമ്പിപ്പറമ്പിൽ സജീവ്, നാട്ടിക ബീച്ച് സ്വദേശികളായ എരച്ചൻ, അദ്വൈത് കൃഷ്ണ, പുലാക്കൽ നിവേദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. നാട്ടിക JK തിയേറ്ററിന് സമീപം പുതിയ ദേശീയപാതയുടെ സർവീസ് റോഡിലാണ് ചൊവ്വാഴ്ച രാത്രി 7:30യോടുകൂടിയാണ് അപകടമുണ്ടായത്. തൃപ്പയാർ ട്യൂഷൻ കഴിഞ്ഞു വരികയായിരുന്ന വിദ്യാർത്ഥികളെ നിയന്ത്രണം വിട്ട ബൈക്ക് പിറകിൽ നിന്നും ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ് 3 പേർക്കും പരിക്കേൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്വൈത് കൃഷ്ണയും നിവേദും കഴിമ്പ്രം സ്കൂളിലെ +1 വിദ്യാർത്ഥികളാണ്. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് വാടാനപ്പള്ളിയിൽ 5 പേരെ മുസ്ലിം ലീഗ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മുഹമ്മദ് സമാൻ, താഹിറ സാദിഖ്, VK മുഹമ്മദ്, VH സാദിഖ്, മേപ്പറമ്പിൽ കുഞ്ഞുമോൻ എന്നിവരെയാണ് സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്ത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അന്തിക്കാട് പുത്തൻകോവിലകം കടവ് റോഡ് സഞ്ചാരയോഗ്യമാക്കി. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാളിന് വെള്ളിയാഴ്ച തുടക്കമാകും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.